നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഓക്കെ, ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം, അത്യാവശ്യം 25,000 ആൾക്കാരോളം ലൈവ് ഇന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈവായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഇന്ന് സായി, സിജോ, നന്ദനയുടെ റീ എൻട്രി ഉണ്ടായി. ഓക്കെ, പിന്നെ ശ്രീധുവിൻ്റെയും റീ എൻട്രി ഉണ്ടായി. ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കോണ്ടൻറ്റാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജിൻഡോ, നിങ്ങൾ തമിഴിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സായി, സിജോ, അതേപോലെ നന്ദന റീ എൻട്രി ചെയ്ത സമയത്ത് സിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി ജിൻഡോ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാരണം. ഈ ക്രൂഷ്യൽ മൊമെൻറ്റിൽ വോട്ട്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രത്യേക ചില കാര്യങ്ങൾ. കാരണം വെച്ചാൽ സിജോ ഇന്ന് വന്നതിന് ശേഷം പല കാര്യങ്ങളും കുത്തി സംസാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരുപക്ഷെ ചിലപ്പോൾ ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിൻഡോ ഫാൻസിന് ഒന്നും കൂടി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ദിവസം പുറകേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ജിൻഡോ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് കളിച്ച്, അതായത് ഇപ്പോൾ നോറയും ഒറ്റയ്ക്ക് കളിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നോറയ്ക്കാണെന്നുണ്ടെങ്കിലും പല സമയത്തായിട്ട് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലേ? അൻസിബയുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അൻസിബയുടെ വളരെ ക്ലോസ് ആയിട്ട് അൻസിബ ഉണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ ആണൊരു വ്യക്തി, രതീഷിന് കുറച്ച് സമയം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ജിൻഡോ ആണൊരു വ്യക്തി തുടക്കം മുതൽ അവസാനം വരെ വളരെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് കളിച്ചു എന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ പല മൊമെൻറ്റ്സിലും ലാസ്റ്റൊക്കെ കാണുന്ന സമയത്ത് ലാസ്റ്റാണെങ്കിൽ കൂടി ആ മനുഷ്യൻ ഒറ്റപ്പെടുന്നൊരു സിറ്റുവേഷൻ കാണുന്നു. കാരണം വെച്ചാൽ ഇവരിപ്പോൾ കയറി വന്നപ്പോൾ ഇന്ന് രാവിലെ സായി, സിജോ, നന്ദന കയറി വന്ന സമയത്ത് ബാക്കി എല്ലാവരും ഇപ്പോൾ ശ്രീധു വന്ന സമയത്ത് അർജുൻ്റെ അടുത്ത് മൈൻഡ് ചെയ്യാത്തൊരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് വളരെ ക്രൂഷ്യൽ, വളരെ കീനായിട്ട് ലൈവ് ശ്രദ്ധിച്ചവർക്കറിയാം, ജിൻഡോ പലപ്പോഴും പല ആൾക്കാരുടെ പുറകെ അങ്ങോട്ട് ചെല്ലുന്ന സിറ്റുവേഷൻ വന്നു. ഇവർ 3 പേര് എസ്പെഷ്യലി എന്താ പറയാൻ കാരണം വെച്ചാൽ ഇതിനുള്ളിലേക്ക് വന്ന സമയത്ത് മുതൽ ജിൻഡോനെ പേഴ്സണലി പുറത്തുള്ള പല കാര്യങ്ങളും, പല റൂമേഴ്സും സംഭവമൊക്കെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് ജിൻഡോനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സായി അതിനുള്ളിൽ ചെന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. അതായത് നന്ദനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ജിൻഡോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജിൻഡോ ഒരിക്കലും കപ്പടിക്കാത്ത രീതിയിൽ അതിനനുസരിച്ച് പരിപാടികൾ ഞാൻ പുറത്ത് ചെയ്യും എന്നുള്ള കാര്യം അതിനുള്ളിൽ സായി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു സിറ്റുവേഷൻ കണ്ടു. പക്ഷേ സായി ഇറങ്ങിയതിന് ശേഷം സായിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അതിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചെയ്യാൻ നോക്കിയൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് അതിനുള്ള പറഞ്ഞിട്ടുള്ള സംഗതികളും കാര്യങ്ങളും സായിക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അത്രയധികം മോശമായിട്ടാണ് സായിയുടെ ഇമേജ് പുറത്തുണ്ടായിട്ടുള്ളത്. കാരണം സായിക്ക് വായ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം സായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ വളരെ മോശമായിട്ട്, വളരെ എന്താ പറയുക, ഭയങ്കര അഗ്രസീവായിട്ട് സായിനെ പ്രതിരോധിക്കുക മാത്രമല്ല ഒരു മണ്ടനാക്കിയിട്ട് സായിനെ ചിത്രീകരിച്ച് അത്രയും എന്താ പറയുക വളരെ മോശമായിട്ട് സായിനെ ചിത്രീകരിക്കുന്ന. കാരണം കമൻറ്റ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും സായി എന്ത് കാര്യം, ഇപ്പോൾ കാര്യമുള്ള കാര്യങ്ങളൊക്കെ സായി പറഞ്ഞ സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സായി പറഞ്ഞത്. പക്ഷേ സായി പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കംപ്ലീറ്റ് കോമഡിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഡെഫിനറ്റ്ലി ഈ ജിൻഡോക്കെതിരെ കളിക്കാം എന്ന് വിചാരിച്ചൊന്നും അറിയില്ല. കാരണം സായിനെയാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല. റിമെമ്പർ, സായിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് സായി ഇവനെ കപ്പടിപ്പിക്കാതിരിക്കാൻ നോക്കാം. പുറത്ത് വന്നതിന് ശേഷം സായും ജിൻഡോ അർജുന് ഫേവർ ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഫേവർ ചെയ്തിട്ട് പല സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായി. കാരണം പോരുന്ന സമയത്ത് അർജുന് വോട്ട് കൂടത്തക്ക രീതിയിലുള്ള, അർജുന് ഒരു വോട്ട് ഷെയർ കൂടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആർമി ചേഞ്ചായി, അങ്ങനെ ആ ഗ്രൂപ്പുകളിൽ പല ഡിസ്കഷൻസും വന്നു. ഇതൊക്കെ ആണെങ്കിൽ കൂടി വിചാരിച്ചിട്ടുള്ള രീതിയിലുള്ള ഇവർ പറയുമ്പോൾ ജിൻഡോക്ക് എത്രത്തോളം ഇവർ ഉള്ളിൽ വിചാരിച്ചു അത്രത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വോട്ടിംഗ് സ്പേസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഓൺ ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അർജുന് വോട്ട്സ് കൂടി ശ്രീധു കൂടി എവിക്റ്റ് ആയ സമയത്ത് സ്വാഭാവികമായിട്ടും ശ്രീധുവിൻ്റെ ഫാൻസും കുറച്ചൊക്കെ അർജുന് ചാടി എന്നുള്ള തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് അഭിഷേകിന് ആണ് വോട്ട് എന്നുള്ള കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക്, ഇന്ന് സായി തിരിച്ചു വന്നതിന് ശേഷം സിജോ അവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് അഭിഷേകിനെതിരായിട്ടാണ് പറഞ്ഞു വന്നിട്ട് ആ ഒരു ബീൻ ബാഗിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞു. മഞ്ഞ ബീൻ ബാഗിൽ ഇരുന്ന് മലന്ന് കിടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് കൂടും എന്നുള്ള കാര്യങ്ങൾ, ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ വോട്ട് ചെയ്തോളും എന്നുള്ളൊരു സംഗതി അവിടെ സിജോ പറയുന്നു. സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സിജോ വന്ന് കയറിയ സമയത്ത് സിജോ അർജുനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ചില ഹിൻഡ് കൊടുക്കുകയാണ് സിജോ വളരെ അതിനുള്ളിൽ തന്നെ സിജോ ഏകദേശം മൈൻഡ് ഗെയിം കളിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സംഗതികളൊന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളത് വേറെ കഥ. പക്ഷേ സിജോ അവിടെ ചെന്നിട്ട് മൈൻഡിൽ ചില കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് പുറത്തുള്ള ആൾക്കാരോട് മൈൻഡ് ഗെയിം കളിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായി. അല്ലെങ്കിൽ കുറച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് സന്ദേശങ്ങൾ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ സിജോ, കുറച്ച് സൂചനകൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് അർജുന് കൊടുക്കുന്നു. അർജുനല്ല കൊടുത്തിട്ടുള്ളത്, പുറത്തുള്ള ആൾക്കാരെ കൊടുത്തിട്ടുള്ളത്. കാരണം സിജോ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പുറത്തുള്ള പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ അനിയനാണെന്നുള്ളത്.
ഇതൊന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. സിജോ ഫാൻസ് അല്ലെങ്കിൽ സിജോൻ്റെ ആൾക്കാർ ഈ ഫൈനൽ ക്രൂഷ്യൽ മൊമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ രണ്ടാമത് ബീൻ ബാഗിൻ്റെ പറഞ്ഞ വിഷയം, കാരണം ബീൻ ബാഗിൽ ഇരിക്കുന്ന സമയത്ത്, കാരണം പുറത്തെ കാര്യങ്ങളൊന്നും അവിടെ പറയരുത്, അല്ലെങ്കിൽ വോട്ടിങ്ങിന് സ്വാധീനിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയാൻ പാടില്ല. പക്ഷേ ഇത് ഗെയിമല്ല, ഒരു ഗെയിമിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു, ആൾക്കാർ വരെ പുറത്താക്കി കഴിഞ്ഞു. ഇനി അവിടെ ടോപ്പ് 5 നിൽക്കുന്ന ആൾക്കാർ അത്രയും ഡിസർവിംഗ് ആയിട്ടുള്ള കോൺടെസ്റ്റൻസിനെ നമ്മൾ കാണുന്നു. കാരണം 100 ദിവസം അവിടെ തികച്ച ആൾക്കാരാണത്. കാരണം സിജോ, അഭിഷേക്, ഋഷി ഇവർ 3 പേരും സംസാരിച്ച സംഭവം ആരെന്ത് പറഞ്ഞാലും ഇവിടെ വിഷയമല്ല. 100 ദിവസം തികച്ചു എന്നുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ള ഏക 5 പേരാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും നിമിഷങ്ങളിൽ പുറത്തു പോയതാണ്, ഇനീഷ്യലൊക്കെ പുറത്തു പോയവരാണ് അല്ലേ. അവരൊന്നും അതിനനുസരിച്ചുള്ള ഗെയിമും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ് അവിടെ. അപ്പോൾ സിജോ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അർജുനോട് പറഞ്ഞൊരു സംഗതിയാണ്, അതായത് നീ എൻ്റെ അനിയനാണ്. ഇത് വളരെ ക്ലിയറായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഇതുപോലുള്ള മാനിപ്പുലേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും കണ്ടിട്ട് ആരും വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്കും വോട്ടുകൾ കൊടുക്കുക. എനിക്ക് ഇന്നത്തെ കേസ് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇവർ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള ജിൻഡോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി, അവിടെ വർക്കൗട്ട് ചെയ്യുന്നൊരു ഗെയിം സ്ട്രാറ്റജി ഇവർ നടപ്പാക്കുന്നുണ്ടോ, ആരും അറിയാത്ത രീതിയിലൊരു മൈൻഡ് ഗെയിമിലൂടെ നടപ്പാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അർഹരായെന്ന് തോന്നുന്ന രീതിയിലുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. വോട്ടിങ്ങിന് ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം കേട്ടോ. ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. കാരണം വെച്ചാൽ അർജുൻ ശ്രീതു വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.